കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാകും ഇത്ര കലുഷിതമാകുന്ന തരത്തിലേക്ക് സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഗവർണർ പേരെടുത്തു പറഞ്ഞു തന്നെ ആക്ഷേപിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ശക്തമായ രീതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്നു. കൂടാതെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയിലെ പ്രവർത്തകർക്കെതിരെ ഗവർണർ പോരടിക്കുന്നു, ഗവർണറെ SFI തടയുന്നു. അങ്ങനെ കലുഷിതമായ അന്തരീക്ഷങ്ങളിലൂടെ നാട് മുൻപോട്ട് പോകുന്നു. ഈ അവസ്ഥയിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവും കേരളത്തിന്റെ സ്പീക്കറായ ഷംസീർ ഇപ്പോൾ ഒന്ന് നയത്തിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, കേരള ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ കേരള ഗവർണറും സർക്കാരും തമ്മിൽ ഇനി യാതൊരു തരത്തിലുള്ള പോരടിയും ഉണ്ടാകില്ല, അവർ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുമെന്ന തരത്തിലേക്ക് ഗവർണർക്ക് മുമ്പിൽ താന്നു കൊടുക്കുന്ന ഒരു നയം, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പിൻപോട്ട് നിൽക്കുന്ന സർക്കാർ പിന്നിലോട്ട് വലിയുന്നു എന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം. ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളപ്പം ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവർ പാലിക്കേണ്ട ഒരു ഡെക്കോറമുണ്ട്. ഇപ്പോൾ MLA നിലക്ക് ഞാൻ പ്രതികരിക്കുന്നത് പോലെ സ്പീക്കറായി എനിക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം ഞാനൊരു ഡെക്കോറം കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത്, 50 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു ഗവർണർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ശരിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യന് 50 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഒരു മര്യാദ അദ്ദേഹം പ്രകടിപ്പിക്കണം. വിദ്യാർത്ഥികളെ, കുട്ടികളായി കണ്ടു നിൽക്കണമായിരുന്നു. അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ക്യാമ്പസിന് പുറത്ത് താമസമൊരുക്കിയിരുന്ന ഗവർണർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് താമസം മാറ്റുന്നു. അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയപരമായി ബോധമുള്ള ഒരു ഗവർണർ, ഒരു വ്യക്തി ചെയ്യേണ്ടതല്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. സർക്കാരും ഗവർണറും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് സ്പീക്കർ പറയുമ്പോൾ പിന്നെ എന്തിനായിരുന്നു ഇത്രയും കോലാഹലങ്ങൾ? എന്തിനായിരുന്നു അദ്ദേഹത്തിനെതിരെ ബാനറുകൾ പൊക്കി കിട്ടിയത്? എന്തിനായിരുന്നു അദ്ദേഹത്തിനെതിരെ രാജ്ഭവന് മുമ്പിൽ സമരം വിളിച്ചത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അവരെ കൊണ്ട് സാധിക്കും, ഇനി ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തന്ത്രപരമായി ഗവർണറുടെ കുരുക്കിനുള്ളിൽ വീഴാതെ രക്ഷപ്പെടുവാനുള്ള തന്ത്രപരമായ വാക്കുകളാണ് ഇവിടെ ഷംസീർ മുൻപോട്ട് വെച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രതിഷേധിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അതിന്റെ ഔചിത്യം കാണിക്കണമെന്ന് പറയുന്നു. അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പ്രതിഷേധിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ടെങ്കിൽ എന്തിനാണ് നവകേരള സദസ്സിന്റെ മുൻപിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലി പൊളിച്ചത്? പ്രതിഷേധിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ യൂത്ത് കോൺഗ്രസുകാരുടെ തലതല്ലി പൊളിച്ചപ്പോ, ഡിവൈഎഫ്ഐക്കാർ തലതല്ലി പൊളിച്ചപ്പോൾ മിണ്ടാതെ നിശബ്ദരായിരുന്നതും, അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞതും, അത് നാട്ടുകാരുടെ കയ്യേറ്റമാണെന്ന് പറഞ്ഞതും ഒക്കെ എന്തിനായിരുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇനി മുകളിലിരിക്കുന്നവർ ഔചിത്യം കാണിക്കണം എന്ന് പറയുന്നു. നവകേരള സദസ്സിൽ കരിങ്കൊടി കാണിച്ചപ്പോൾ ഔചിത്യപരമായിട്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ നേരിട്ടത്. അദ്ദേഹം അതിന് ഒത്താശ ചൊല്ലുന്ന പോലെ, കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഒത്താശ ചൊല്ലുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അപ്പോ ഗവർണറുടെ പ്രശ്നത്തിൽ ഒരു നയവും മുഖ്യമന്ത്രിയുടെ പ്രശ്നത്തിൽ മറ്റൊരു നയവും ശരിയല്ല സ്പീക്കർ. വളരെ നയപരമായ രീതിയിൽ, വളരെ സമാധാനപരമായി ഗവർണറുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള തയ്യാറെടുപ്പ് ഒരു ഭാഗത്ത് ഷംസീർ എടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഗവർണറുമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന തരത്തിലേക്ക് വളരെ ശക്തമായി സ്വന്തം ഫേസ്ബുക്കിലൂടെ മന്ത്രി ശിവൻകുട്ടി ഗവർണർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ശക്തമായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. ഗവർണർ പരിണിതപ്രജ്ഞനായ വ്യക്തിയല്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗവർണർ പരിണിതപ്രജ്ഞനായ വ്യക്തിയല്ല. സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പ്രയോഗങ്ങളല്ല ഗവർണറിൽ നിന്ന് ഉണ്ടാകുന്നത്. SFI വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നാണ് വിളിച്ചത്. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഈ ഗവർണറുടെ ഏകാധിപത്യ നിലപാടുകളും പരാമർശങ്ങളുമാണ്. സ്വാതന്ത്ര്യ സമരത്തിലും ജനാധിപത്യ പോരാട്ടങ്ങളിലും നവോത്ഥാന മുന്നേറ്റത്തിലും വർഗീയതയ്ക്കെതിരെയും നിരവധി പോരാട്ടങ്ങൾ നടത്തി രക്തസാക്ഷികളായവരുടെ നാടായ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നാണ് വിശേഷിപ്പിച്ചത്. പോലീസിനെ ഷെയിംലെസ് പീപ്പിൾ എന്നാണ് സംബോധന ചെയ്തത്. കേരളം ബഹുമാനിക്കുന്ന, രാജ്യത്തെ മതേതര മനസ്സുകൾ നിലപാടുകൾക്ക് ഉറ്റുനോക്കുന്ന, ചരിത്രം സൃഷ്ടിച്ച
തുടർഭരണം നേടിയ കേരള മുഖ്യമന്ത്രിക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഗവർണർ. ഭരണഘടനാ പദവിയിലുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പരാമർശങ്ങളാണോ ഇവ? അതെ, ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ല ഇദ്ദേഹം. ഇങ്ങനെയായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഒരു ഭാഗത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് ഷംസീർ പറയുമ്പോൾ, മറുഭാഗത്ത് അദ്ദേഹവുമായി യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം നിഴലിക്കുന്ന തരത്തിലേക്കായിരുന്നു ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഗവർണർ സർക്കാർ പോരിൽ CPM-ൽ ഭിന്നിപ്പുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേതാക്കന്മാർ, സഖാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ഈ അഭിപ്രായ ഭിന്നത സർക്കാരിനുള്ളിൽ വിള്ളൽ വീഴ്ത്തുമോ അല്ലെങ്കിൽ LDF-നുള്ളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്നൊക്കെ അറിയേണ്ടതായുണ്ട്.